നമസ്കാരം വൺ ഇന്ത്യ മലയാളം. വരാനിരിക്കുന്ന ഏകദിന ലോകകപ്പിൽ ഇന്ത്യയുടെ ഓപ്പണർമാർ ആരായിരിക്കുമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം ഒന്നുമില്ല. മികച്ച ഫോമിലുള്ള വൈസ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ശിഖർ ധവാനും തന്നെയായിരിക്കും പതിവ് പോലെ ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. എന്നാൽ ഇവരിൽ ഒരാൾക്ക് ടൂർണമെന്റിന് മുമ്പോ ടൂർണമെന്റിന് ഇടയിലോ പരിക്കേറ്റാൽ പകരം ആരെ ഇറക്കുമെന്ന് ഇന്ത്യക്ക് ഇപ്പോഴും വ്യക്തമല്ല. പല താരങ്ങളുടെയും പേര് ബാക്കപ്പ് ഓപ്പണറുടെ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഈ ആശങ്കകൾക്ക് ഉത്തരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ക്യാപ്റ്റനും ഇതിഹാസ താരവുമായ സുനിൽ ഗവാസ്കർ. നിലവിൽ യുവതാരം ലോകേഷ് രാഹുൽ, യുവ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് എന്നിവർക്കാണ് ബാക്കപ്പ് ഓപ്പണറായി സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഗവാസ്കർ ചൂണ്ടിക്കാട്ടിയ താരം ഇവർ ആരുമല്ല, രാഹുലും പന്തുമല്ല, മറിച്ച് ദിനേശ് കാർത്തിക് ലോകകപ്പിൽ ഇന്ത്യയുടെ ബാക്കപ്പ് ഓപ്പണറായി കളിക്കണമെന്ന അഭിപ്രായമാണ് ഗവാസ്കർക്ക് ഉള്ളത്. നിലവിൽ ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ പോലും സ്ഥാനം ലഭിക്കുമോ എന്ന് ഉറപ്പില്ലാത്ത താരമാണ് ദിനേശ് കാർത്തിക്. വളരെ സന്തുലിതമായ ടീമിനെയാവണം ഇന്ത്യ ലോകകപ്പിനായി അയക്കേണ്ടത് എന്ന് ഗവാസ്കർ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ടാണ് പന്ത്, രാഹുൽ എന്നിവർക്ക് പകരം ബാക്കപ്പ് ഓപ്പണറായി കാർത്തികിനെ കളിപ്പിക്കണമെന്ന് താൻ നിർദ്ദേശിക്കുന്നത് എന്നും അദ്ദേഹം വെളിപ്പെടുത്തി. നേരത്തെ ടെസ്റ്റ് മത്സരങ്ങളിൽ ഓപ്പണറായി കളിച്ച് പരിചയമുള്ള താരമാണ് ദിനേശ് കാർത്തിക്. ഏകദിനത്തിലും ഇന്ത്യക്കായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനുള്ള മിടുക്ക് അദ്ദേഹത്തിന് ഉണ്ടെന്നും ഇതിഹാസ താരം അഭിപ്രായപ്പെട്ടു. ലോകകപ്പിനുള്ള 13-അംഗ ഇന്ത്യൻ ടീമിനെ ഗവാസ്കർ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇതിൽ പന്തും രാഹുലും ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ധവാൻ, രോഹിത്, കോഹ്ലി, റായിഡു, ധോണി, ജാദവ്, പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, ചാഹൽ, ബുംറ, ഷമി, കുൽദീപ് എന്നിവരാണ് തീർച്ചയായും ലോകകപ്പ് സംഘത്തിൽ ഉണ്ടാവുക. ഇവർക്കൊപ്പം കാർത്തിക്, ഓൾറൗണ്ടർ വിജയ് ശങ്കർ എന്നിവരെ കൂടി ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം പറയുന്നു. കാർത്തികിനെ ഒഴിവാക്കിയാണ് ഓസ്ട്രേലിയക്കെതിരെ നടക്കാനിരിക്കുന്ന 5 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 മത്സരങ്ങളുടെ T20 പരമ്പരയിൽ മാത്രമേ അദ്ദേഹത്തിന് സ്ഥാനം ലഭിച്ചിട്ടുള്ളൂ. കാർത്തികിന് പകരം രാഹുലിനെ ഏകദിന ടീമിലേക്ക് ഇന്ത്യ തിരിച്ചു വിളിക്കുകയായിരുന്നു. മോശം ഫോമിന് പിന്നാലെ TV ഷോയ്ക്കിടെ നടത്തിയ അശ്ലീല പരാമർശങ്ങളുടെ പേരിൽ സസ്പെൻഷനിലായിരുന്നു ലോകേഷ് രാഹുൽ. മികച്ച പ്രകടനം കാഴ്ചവെച്ച ലോകേഷ് രാഹുലിനെ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ലോകകപ്പിന്റെയും മറ്റ് ക്രിക്കറ്റ് വാർത്തകളുടെയും കൂടുതൽ വിശദാംശങ്ങൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.